ഗൈസ് 10ാം ക്ലാസ്സിൻ്റെ +2ൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എക്സാം കഴിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ വീഡിയോ സേവ് ആക്കി വെച്ചാൽ തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊന്നുമല്ല, അവർ 10 +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ 10ൻ്റെ +2ൻ്റെ ഒക്കെ ക്വാളിഫിക്കേഷൻ വെച്ച് പഠിക്കാൻ പറ്റിയ ഏതെങ്കിലും കോഴ്സിനായിരിക്കും പോയി ചേരുന്നത്. അപ്പോൾ അങ്ങനെ ചേരാൻ നേരത്ത് നോക്കിയും കണ്ടും ചേരുന്നില്ലെങ്കിൽ നല്ല മുട്ടം പണി കിട്ടും. പറഞ്ഞുതരാം. മറ്റൊന്നുമല്ല, ഞാൻ ഒരു ഉദാഹരണത്തിന് ഈ അടുത്ത് തൃശ്ശൂർ ഒരു കോളേജ് നടന്ന ഇൻസിഡൻറ്റ് എടുക്കാം. അത് നടന്ന സമയത്ത് നല്ല ന്യൂസ് ചാനലൊക്കെ ഏറ്റെടുത്തിട്ട് നല്ല ഹൈപ്പിൽ നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും അവർക്ക് ഇതൊന്നും വേണ്ട, അവരെ അങ്ങനെ എടുത്ത് കളയേണ്ടി ഇപ്പോൾ ഇലക്ഷൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഒരു 1000 പേര് കാണുവാണെങ്കിൽ ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ. അപ്പോൾ പേരൻസൊക്കെ ഒന്ന് അവെയർ ആവുമല്ലോ നമ്മുടെ നാട്ടിലെ ഓരോരോ കോളേജിൻ്റെയും ഓരോരോ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ അവസ്ഥ. അപ്പം മറ്റൊന്നുമല്ല, നമ്മളിപ്പോൾ ഓരോ കോഴ്സിന് പഠിക്കാൻ പോകാൻ നേരത്ത് അല്ലെങ്കിൽ കോഴ്സിനെ പറ്റി അന്വേഷിക്കാൻ നേരത്ത് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെൻറ്റുകളും പരസ്യമൊക്കെ കാണും. അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മൾ പോയി ചേരുന്നത്. ആ പരസ്യത്തിലൊക്കെ ഒന്നെങ്കിൽ PSC അംഗീകാരം കാണും, അല്ലെങ്കിൽ ജോബ് അഷുറൻസ് കാണും, പ്ലേസ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ UGCയുടെ അംഗീകാരം കാണുമെന്നൊക്കെ പറഞ്ഞായിരിക്കും പരസ്യം വെച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ഒരു കോളേജ്, ഇത് തൃശ്ശൂരുള്ളൊരു മിനർവ കോളേജാണ്. അപ്പോൾ ഇവരുടെ ഒരു ഫ്ലെക്സാണിത്. ഇതിൽ UGCയുടെ അംഗീകാരമുണ്ട്, അല്ലെങ്കിൽ PSC എഴുതാൻ പറ്റുമെന്നൊക്കെയാണ് ഇവർ വെച്ചിരിക്കുന്നത്. ബട്ട് സത്യത്തിൽ ഇവർക്ക് അങ്ങനെ ഒരു അംഗീകാരം ഇല്ലായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടംപോലെ പിള്ളേർ അവിടെ പോയി ചേർന്ന് ഈ കോളേജിൽ പഠിച്ച് 1, 2, 3 കൊല്ലമൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇവർ ജോലിക്ക് വേണ്ടി ഓരോ സ്ഥലത്തോട്ട് ചെല്ലാൻ നേരത്ത് ഇവർ കോളേജിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ നേരത്താണ് അറിയുന്നത് ഈ സർട്ടിഫിക്കറ്റിന് ഒരു വാലിഡിറ്റി ഇല്ല, ഇതിനൊരു അഫിലിയേഷൻ ഇല്ല, നിങ്ങളുടെ കോളേജിന് അംഗീകാരം ഇല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി തരാൻ പറ്റത്തില്ല. പറഞ്ഞൊന്നും മറ്റൊന്നുമല്ല, നിങ്ങളിപ്പോൾ ഏത് കോളേജിലാണ് ചേരുന്നത്, അല്ലെങ്കിൽ അവിടെ ഏത് യൂണിവേഴ്സിറ്റിയാണുള്ളത്, അല്ലെങ്കിൽ ഏത് കോഴ്സാണ് ആ കോളേജിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും അതിനൊക്കെ പ്രോപ്പറായിട്ടുള്ള അഫിലിയേഷൻ ഉണ്ടോ, അംഗീകാരം ഉണ്ടോ, ഗവൺമെൻറ് അംഗീകരിച്ചതാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം പോയി ചേരുക. നോക്കിയും കണ്ടൊക്കെ ചേർന്നില്ല ഈ പിള്ളേരെ പോലെ ഇവിടെ കരഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കാം. അവരുടെ ടൈമും പോയി, അവരുടെ പൈസയും പോയി, അവരുടെ ഭാവിയും പോയി.